നല്ല കപ്പയാണ്, പക്ഷെ അവര് കൊണ്ടുപോകില്ല, വലിപ്പം കുറവാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ അതിങ്ങനെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതിൽ മോശം വന്നത് നമുക്ക് പശുക്കൾക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ കല്ലാറുകുട്ടിയിൽ കാരക്കൊമ്പിൽ ജോർജിയേട്ടന്റെ അടുത്താണ്. മാതൃകാ കർഷകനായ ജോർജിയേട്ടൻ മുടങ്ങാതെ കപ്പ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം കപ്പ കൃഷി ചെയ്യുന്നു, കപ്പ വാട്ടി ഉണക്കുന്നു. അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പല രീതിയിലുള്ള കപ്പ ഇവിടെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ജോർജിയേട്ടാ, ഈ കപ്പയൊക്കെ എല്ലാ വർഷവും ഉണക്കുവോ? ഇപ്പൊ 2 വർഷമായിട്ട് ഇങ്ങനെ ഉണങ്ങും. പച്ചക്കപ്പ കൊടുക്കുന്നതിന്റെ ചെറിയ കപ്പ അത് നല്ല കപ്പയാണ്, പക്ഷെ അവര് കൊണ്ടുപോകില്ല, വലിപ്പം കുറവാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ അതിങ്ങനെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതിൽ മോശം വന്നത് നമുക്ക് പശുക്കൾക്ക് ഉപയോഗിക്കാം. അതാണ് ശ്രദ്ധേയമായിട്ട് തോന്നിയത്. അതായത് ഈ തിരിവ് കപ്പയാണെങ്കിൽ പോലും കച്ചവടക്കാർ കൊണ്ടുപോകാത്ത ചെറിയ കപ്പകള് ഇങ്ങനെ അരിഞ്ഞ് ഉണക്കുന്നു. അതായത് 2 കൊണ്ട് പൊളിച്ചു എന്നൊക്കെ പറയും. വേവിച്ചത് എന്നിട്ട് അത് വാട്ടി ഉണക്കുന്നു. ഇതോ അതിന്റെ വേസ്റ്റ്, ആ കപ്പയുടെ വേസ്റ്റ് വരുന്നത് പശു നോക്കാനായിട്ട് ഉണങ്ങും. കപ്പയുടെ വേസ്റ്റ് ഇത് പശുവിന് കൊടുക്കാനായിട്ട്. ഇവിടെ കുറച്ചുകൂടിയിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള കാണുന്നുണ്ടല്ലോ. ഇത് പശുവിന് നോക്കാനായിട്ട് ഈ കപ്പയുടെ വേസ്റ്റ്, നല്ല കപ്പയുടെ വേസ്റ്റ് അത് വാട്ടി ഉണക്കിയേക്കാം. അപ്പോ ഇങ്ങനെ നമുക്ക് കപ്പ ഉണക്കാം. ഇത് ഏതിനും കപ്പയാണ്? ഇത് രാമൻതണ്ട്. ഇവരെല്ലാരും ഉപയോഗിക്കുന്ന ഒരു ചോടം ദൂരം ഉണ്ടാവും. ഇപ്പൊ ആവറേജ് 5 കിലോ വെച്ച് കൊല്ലം കിട്ടും. 15 കിലോ 14 7 കിലോയിലെ കഴിഞ്ഞ കിട്ടി, 9 കിലോയിലെ കഴിഞ്ഞ കിട്ടി. ആവറേജ് കുത്താണെങ്കിൽ ഒരു 4 കിലോ ഒരു ചോറ് ആവറേജ് കിട്ടും. എന്തോരം സ്ഥലത്തുണ്ട് കപ്പ കൃഷി? 5 ഏക്കർ. അങ്ങ് എല്ലായിടത്തും കപ്പ കൃഷി ചുരുക്കുന്നതിന്റെ ഒരു കാര്യം എലി ശല്യം, കാട്ടുപന്നി ശല്യം, ഇതൊക്കെ ഉണ്ടോ അങ്ങയുടെ? എന്റെ പറമ്പില് കാട്ടുപന്നിയില്ല, മുള്ളംപന്നിന്റെ ഈ ശല്യമൊക്കെ ഉണ്ട്. അത് പ്രതിരോധിക്കും. ഈ സ്ഥലം 18 ഉരുൾപൊട്ടിപ്പോയ സ്ഥലം, 2018 ഉരുൾപൊട്ടിപ്പോയ സ്ഥലം വ്യവസായ കഴിഞ്ഞു. അത് അല്പം സ്വല്പം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പ കൃഷി, ആദ്യം വാഴക്കൃഷിയായിരുന്നു. വാഴക്കൃഷി പരാജയത്തിലേക്ക് വന്നു. അപ്പൊ നോക്കിയപ്പോ കപ്പ കൃഷി ചെയ്യാമെന്ന് വെച്ചു. കപ്പ കൃഷി ചെയ്തു. രാസവസം കൂടി ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് പെർമനന്റ് കൃഷി ചെയ്യാനായിട്ട്. ഈ പെർമനന്റ് കൃഷി ചെയ്യാൻ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ KC ബോർഡാണ്. എന്റെ സ്ഥലത്ത് പത്തനംതില്ല 18 ഉള്ളു പൊട്ടിയപ്പോ കുറെ മണ്ണ് ഡാമിലാണ് പ്രകൃതി ശോഭ. ഞാനായിട്ടല്ല, പക്ഷെ ഇപ്പൊ ആ ഭൂമിയിൽ, അതായത് 50-60 വർഷം എന്റെ പിതാവിന്റെ കൈവശം ഇരുന്ന ഭൂമി, 60 വർഷങ്ങൾക്ക് മുമ്പ് പോലെ പിതാവിന്റെ കൈവശം ഇരുന്ന ഭൂമി പ്രകൃതി ശോഭം കൊണ്ട് ഉരുള് പൊട്ടി കുറച്ച് മണ്ണൊക്കെ ഡാമിലേക്ക് വന്നു. നോക്കി വാട്ടിയ കപ്പ എത്ര ദിവസം കൊണ്ടാണ് ഇങ്ങനെ വെയിലുണ്ടെങ്കിൽ? 5-6 വർഷം നമുക്ക് ഇല്ലേ നന്നായിട്ട് ഉണങ്ങി. ശരി. ഇപ്പൊ ഉണക്ക് കഴിഞ്ഞ പിന്നെ ഞാനൊന്ന് കംപ്ലൈന്റ് ചെയ്തിരിക്കട്ടെ. ഇതിപ്പോ അടുത്ത 1 വർഷം കഴിഞ്ഞാലും കപ്പയ്ക്ക് കേട് വരില്ല. നന്നായിട്ട് ഉണങ്ങിയാൽ കേട് വരില്ല. നമുക്ക് അയക്കുന്നതൊക്കെ ബുക്കിംഗ് ആയിക്കാം. കപ്പ ചോദിച്ചേക്കാം. എന്ത് വിലക്കാ കൊടുക്ക? ഞാൻ കൊടുത്തില്ല, മാർക്കറ്റ് അന്വേഷിക്കട്ടെ. അത് ശരി. പച്ചക്കപ്പയ്ക്ക് എന്നാ വില കിട്ടി? പച്ചക്കപ്പയ്ക്ക് നല്ല 24 രൂപ കിട്ടുള്ളൂ. 24 രൂപയ്ക്ക് 15 കിലോ കപ്പ കൊടുക്കാം. 15 കിലോ കൊടുക്കാം. തോട്ടത്തിൽ വന്ന് പറിച്ചോണ്ട് പോകും. അപ്പൊ ജീപ്പ് തോട്ടത്തിൽ ഒരു 50 അടി ചുമന്നാൽ മതി. അത്രയ്ക്ക് സൗകര്യമായിട്ട് തോട്ടത്തിലെ വഴി ജീപ്പ് വഴി ഉണ്ടാക്കി. എന്നിട്ടും അവര് ആ വെയ്യ കഴിഞ്ഞോളൂ. അപ്പൊ എന്തായാലും കപ്പ കൃഷി എന്ന് പറയുന്നത് ഹൈറേഞ്ചുകാരന്റെ ഒരു പരമ്പരാഗത കൃഷിയാണ്. അതായത് കപ്പ കൃഷി അതിന് പേര് മുഖ്യ കൃഷിയാണ്. പക്ഷെ ഈ കാട്ടുമൃഗങ്ങൾ ശല്യം, മെയിനായിട്ട് പന്നി, മംഗലം ഭാഗത്തൊന്നും എന്റെ അറിവില് കൃഷിയില്ല, കപ്പയില്ല. ഇപ്പൊ അടിമാലി ടൗണിൽ, അടിമാലി മച്ചിപ്രാവ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കാട്ടുപന്നി. ഇപ്പൊ കൃഷി ചെയ്തിട്ടാന്ന് വെച്ചാൽ ഒന്നുകിൽ വേലി കെട്ടുന്നു, അല്ലെങ്കിൽ ഈ പച്ച വെച്ച് സംരക്ഷിക്കുക. അല്ലാതെ കൃഷി ചെയ്യാൻ പന്നി കറിയാണ്. പന്നി കഴിഞ്ഞാൽ മോദി കുരങ്ങുകളും പറ്റുകൊണ്ട് പോവാ. കുരങ്ങും ഭയങ്കര ശല്യ. പിന്നെ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ഇപ്പൊ കുരങ്ങും കാട്ടുപന്നിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കൃഷി ചെയ്യാൻ പറ്റും. മുള്ളംപന്നിയൊക്കെ വന്നിട്ടുണ്ട്. കാട്ടുപന്നി വന്നിട്ടില്ല, മുള്ളംപന്നി കാട്ടുപന്നി വഴി വന്നിട്ടില്ല. പ്രദേശം ഇതുവരെ വന്നിട്ടില്ല. അത് താമസമേ വരും. വരാതിരിക്കട്ടെ. എന്തായാലും വരാതിരിക്കില്ല അല്ലേ? അപ്പൊ എന്തായാലും പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് കപ്പ കൃഷി മുടങ്ങാതെ നടത്തുന്ന
കാരക്കൊമ്പിൽ ജോർജ് ചേട്ടന്റെ വീട്ടുമുറ്റത്ത് കപ്പ ഇങ്ങനെ ഉണങ്ങാൻ ഇട്ടിരിക്കുന്നത് പോലും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരുപാട് സന്തോഷം.